അഹമ്മദാബാദിൽ വിമാനാപകടത്തിൽ മരിച്ച മലയാളിയായ രഞ്ജിത ഒമാനിൽ സ്റ്റാഫ് നഴ്സായി ജോലി നോക്കിയത് 9 വർഷം. 1 വർഷം മുമ്പാണ് UK പോയത്. 4 ദിവസത്തെ അവധിക്ക് നാട്ടിലെത്തി മടങ്ങുമ്പോഴാണ് ദാരുണമായ അപകടം സംഭവിച്ചത്. മരണവാർത്തയറിഞ്ഞ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും രഞ്ജിതയുടെ തിരുവല്ല പുല്ലാട്ടെ വീട്ടിലെത്തി. ഗുജറാത്തിലെ അഹമ്മദാബാദിൽ എയർ ഇന്ത്യ വിമാനം തകർന്നുണ്ടായ ദുരന്തത്തിൽ പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിതയുടെ മരണം നാടിനെ നടുക്കിയിരിക്കുകയാണ്. നാട്ടിൽ സർക്കാർ സർവീസിൽ ജോലിയിലായിരുന്ന രഞ്ജിത അവധിയെടുത്ത് UK താൽക്കാലിക ജോലിക്ക് പോയിരുന്നു. UK ജോലി അവസാനിപ്പിച്ച് നാട്ടിൽ തിരിച്ചെത്തി സ്ഥിരം ജോലിയിൽ തുടരാനുള്ള ഒരുക്കത്തിലായിരുന്നു രഞ്ജിത. സർക്കാർ നടപടികൾ പൂർത്തിയാക്കുവാനും വീടിന്റെ നിർമ്മാണം അവസാനിപ്പിക്കുവാനും വേണ്ടി 3 ദിവസത്തെ അവധിയിൽ നാട്ടിലെത്തിയതായിരുന്നു. ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നെടുമ്പാശ്ശേരി വഴി അഹമ്മദാബാദിലേക്ക് പോയ രഞ്ജിത അവിടെ നിന്ന് UK തിരിക്കാനിരിക്കെയാണ് ദുരന്തം സംഭവിച്ചത്. രഞ്ജിതയുടെ വീട്ടിൽ അമ്മ തുളസിക്കുട്ടിയമ്മ, മക്കളായ ഇന്ദുചൂടൻ, ഇതിക, 2 സഹോദരന്മാർ എന്നിവരാണുള്ളത്. തുളസിക്കുട്ടിയമ്മ ക്യാൻസർ രോഗബാധിത കൂടിയാണ്. 28-ാം തീയതി നിശ്ചയിച്ചിരുന്ന വീടിന്റെ ഗൃഹപ്രവേശനത്തിനുള്ള തയ്യാറെടുപ്പിനിടയിലാണ് ഈ ദുരന്തം സംഭവിക്കുന്നത്. രഞ്ജിതയുടെ മരണവാർത്തയറിഞ്ഞ് വാവിട്ട് കരയുന്ന അമ്മയെയും മക്കളെയും ആശ്വസിപ്പിക്കുവാൻ കഴിയാതെ നാട്ടുകാരും ബന്ധുക്കളും നെഞ്ചുലിഞ്ഞ് നിൽക്കുകയാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയടക്കം രഞ്ജിതയുടെ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.